വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സൃഷ്ടിയുടെ തലവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 29-ാം വാക്യം. ഭൂമിയിൽ എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. മനുഷ്യൻ ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളിലും ഏറ്റവും ഉന്നതനാണ്. കാരണം ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. സങ്കീർത്തനം 139-ാം അധ്യായം 14-15 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മനുഷ്യൻ സമർത്ഥമായി സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് കാണാൻ സാധിക്കും. ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു എന്നതിന്റെ രഹസ്യം മനസ്സിലാക്കാതെ നിരീശ്വരവാദികൾ അവകാശപ്പെടുന്നത് മനുഷ്യൻ ഒരു കോശജീവിയിൽ നിന്നാണ്, അമീബയിൽ നിന്നോ അല്ലെങ്കിൽ നിരവധി രാസമൂലകങ്ങളുടെ സംയോജനത്തിലൂടെയോ പരിണമിച്ചതാണെന്നാണ്. പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനായ ഡാർവിൻ മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചുവെന്ന് പ്രസ്താവിച്ചു. മനുഷ്യന്റെയും പന്നിയുടെയും രക്തം താരതമ്യപ്പെടുത്താവുന്നതിനാൽ പന്നികളിൽ നിന്നാണ് മനുഷ്യൻ പരിണമിച്ചതെന്ന് അഭിപ്രായപ്പെടുന്ന മറ്റു ചിലരുമുണ്ട്. എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് ഒരു പ്രധാന ലക്ഷ്യമുണ്ട്. ലോകസ്ഥാപനത്തിന് മുൻപ് അവൻ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു, നാം വിശുദ്ധരും അവന്റെ മുൻപാകെ സ്നേഹത്തിൽ കുറ്റമില്ലാത്തവരുമായിരിക്കേണ്ടതിന്. ഇത് എഫേസ്യർ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ശാശ്വതനായ ദൈവത്തിന് മനുഷ്യരാശിക്കായി ഒരു ശാശ്വത ലക്ഷ്യമുണ്ടായിരുന്നു. മനുഷ്യനുമായി സഹവസിക്കാനും അവന്റെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും വിശ്രമിക്കാനും ദൈവം ആഗ്രഹിച്ചു. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവനുമായി സ്നേഹപൂർവമായ സഹവാസം ഉണ്ടായിരിക്കാനും അവനിൽ സന്തോഷിക്കാനും അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വിശ്രമ ദിവസം തന്നെ ആരാധിക്കുന്ന ദിവസമായി അവൻ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യരെന്ന നിലയിൽ ദൈവത്തിന് നമ്മോടുള്ള വലിയ സ്നേഹം അനുഭവപ്പെടുന്നു. അത് മറ്റെല്ലാ സൃഷ്ടികൾക്കും മുകളിലാണ്. എല്ലാ ഫലങ്ങളും പൂക്കളും മലകളും താഴ്വരകളും ജലാശയങ്ങളും കാറ്റും സൃഷ്ടിക്കുന്ന ദൈവത്തെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ നിമിത്തം മാത്രം നമ്മുടെ ഹൃദയങ്ങളിൽ നാം വിസ്മയിക്കുകയും അവന്റെ സ്നേഹത്തിന് അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു. കാരണം ദൈവം സ്നേഹമാണ്. ഇത് 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവം നിങ്ങളെ അവനിൽ തിരഞ്ഞെടുത്തു. അതിനാൽ നാം സ്നേഹത്തിൽ അവന്റെ മുൻപാകെ വിശുദ്ധരും കുറ്റമറ്റവരും ആയിരിക്കണം. അവൻ സ്നേഹത്തിന്റെ പ്രതിരൂപവും ഉറവിടവുമാണ്. അവൻ തീ പോലെയാണ്. അവൻ കരുണയുള്ളവനാണ്. ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പിതാവായ ദൈവം തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചു. കർത്താവായ യേശു പ്രാർത്ഥനയിൽ ഇത് അനുസ്മരിക്കുകയും തന്റെ ഹൃദയാഭിലാഷം ഇപ്രകാരം പ്രകടിപ്പിക്കുകയും ചെയ്തു. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവൻ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു എന്ന്. ഇത് യോഹന്നാൻ 17-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവമക്കളെ, ദൈവസ്നേഹം നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രഥമ ലക്ഷ്യമാകട്ടെ. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 115-ാം അധ്യായം 15-ാം വാക്യം. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ദിനവൃത്താന്തം 22, 23, 24 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 8-ാം അധ്യായം 28 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.